ഹായ് യോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ നല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇപ്പം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ കുറച്ചധികം വൈറലല്ല, ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി. എവിടെയാണ്? ട്രിവാൻഡ്രത്തുള്ള പാറു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. എന്തോ സംഭവം എനിക്കിത് പറയണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് ഒന്നെങ്കിൽ കാശി അല്ലെങ്കിൽ ജാനിമുള്ള്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കേട്ടുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിലാണ്. ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ കുട്ടീനെ പേഴ്സണലി എനിക്കറിയില്ല, ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. കൊച്ചുകുട്ടിയാണ്, അവൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ലവ് ഫെയിലിയർ പറയുന്നുണ്ട്, പിന്നെ ഈ സൈബർ ബുള്ളിങ് പറയുന്നുണ്ട്. അതുപോലെ എക്സാമിന് എന്തോ 2 വിഷയത്തിന് ഫെയിലായിരുന്നു. അങ്ങനെ പലരും പല റീസൺസ് പറയുന്നുണ്ട്. എന്തൊക്കെ റീസൺ പറഞ്ഞാലും നമ്മൾ ഒരാളെ പോയി കുത്തി നോവിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവരെന്താണ്, എങ്ങനെയാണ്, അവരുടെ ജീവിത സാഹചര്യം എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരാളെ പോയിട്ട് നീ അങ്ങനെ അല്ലേടി, നീ ഇങ്ങനെ അല്ലേടി, നീ അങ്ങനെ നടക്കല്ലേ, നീ ഇങ്ങനെ നടക്കല്ലേ, നിൻ്റെ വീട്ടുകാർ അങ്ങനെയല്ലേ, എന്ത് പ്രയോജനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എൻ്റെ വീഡിയോസ് കാണുന്ന അധികം ആരും എന്നെ അങ്ങനെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കാര്യം എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം കമൻസിലൂടെയൊക്കെ എനിക്ക് എല്ലാവരെയും ഒരുവിധം കോണ്ടാക്റ്റ് ഉണ്ട്. നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ പോലും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അവരെ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ചേച്ചി ചേട്ടൻ അങ്ങനെ കാണുന്നതുകൊണ്ടിട്ടാണ് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഫാമിലി, ആ ഒരു ഫീലാണ് എനിക്കുള്ളത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വരാറില്ല. നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലപ്പോൾ തമാശയ്ക്ക് പോയി പറയുന്നതായിരിക്കും. നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെ നടക്കല്ലേ, നീ അവനെ കളഞ്ഞില്ലേ, നീ ഇങ്ങനെ പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ടിട്ട് പറയും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു കല്ലെടുത്ത് എറിയുന്നവന് നോവില്ല, പക്ഷെ കൊള്ളുന്നവന് എന്തുമാത്രം നോവ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കില്ല. നമുക്ക് കൊള്ളുമ്പോഴേ നമുക്ക് നോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെടും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് നോവുള്ളൂ. ഞാനിത് പറയാൻ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. എനിക്ക് പക്ഷേ അധികം ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താണ് എന്നറിയാതെയാണ് പലരും എന്നെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ലീഗലി പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പം ആയിരിക്കില്ല, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഒന്ന് വൈറലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും ഫേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തടന്നു പോകല്ലേ, പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്കറിയാം നമ്മളെന്താണെന്ന്, നമ്മുടെ വീട്ടുകാർക്കറിയാം, നമ്മളെ അറിയാവുന്നവർക്കറിയാം നമ്മളെന്താണെന്ന്. അങ്ങനെ മാത്രം ചിന്തിക്കുക. ഞാൻ അങ്ങനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. ബാക്കി ആരെന്ന് പറഞ്ഞാൽ എനിക്ക് നോ മൈൻഡാണ്. അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ സ്ട്രോങ് ആണ്, എനിക്കറിയാതെ. കാര്യം അത്രമാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ട കണക്ക് ഒരുവിധം ആരും കേട്ട് കാണത്തില്ല. അത്രയ്ക്ക് എന്നെ അറിയാത്തൊരു, ഞാൻ എന്താണെന്നറിയാതെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയായിരിക്കും. എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും വിഷമമില്ല. കാര്യം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ. എനിക്ക് ചീത്ത രീതിയിൽ പോകണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. സോ എൻ്റെ കൂടെ കൊണ്ടിട്ട് എന്നെ കല്ലെറിഞ്ഞോട്ടെ, എന്നെ ചീത്ത പറഞ്ഞോട്ടെ, എന്നെ തെറി പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാര്യം എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. എനിക്കത് മാത്രം മതി. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ വേണ്ടപ്പെട്ടവർ മാത്രമേ കാണുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നവർ മാത്രം. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കാര്യം എന്തെല്ലാം ട്രോൾസ്, എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും എന്നെ
ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പറയുന്നവർ പറയട്ടെ. പലർക്കെതിരെയും ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിപ്പം ഓപ്പണായിട്ട് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു കാര്യവും ഇല്ല കേട്ടോ, ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യമില്ല. അവർ ആവൂ പറഞ്ഞാൽ അവർ വിടും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്നെങ്കിൽ SP ഓഫീസിലോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനിലോ സൈബർ സെല്ലിലോ ഒക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ, സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഇടയ്ക്കും ഒരു 2 വീക്സ് മുന്നേയും ഞാനൊരു കേസിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇപ്പോൾ എൻ്റെ കൂടെ അമ്മയും ഗോകു നാട്ടിലില്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ലീഗലി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്നെ ഉപദ്രവിക്കുന്ന ആളെ ഞാൻ വെറുതെ വിടില്ല. കാര്യം ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം ഞാൻ ആരുടെയും വായിക്കുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ടിട്ട് അതുപോലെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്ന്. അപ്പം നമുക്ക് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാം, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ടിട്ട് ഇവർ പറയുന്ന അവരുടെ വാടപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാം, പക്ഷെ നീ എന്നെപ്പറ്റി പറയരുതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കുട്ടിയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അത്യാവശ്യം നല്ല ബോൾഡായിരുന്നു. അവളെ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തിരിച്ചു പറയുമായിരുന്നു. അത്രയും ബോൾഡായിട്ട് നിന്നൊരു കുട്ടി. എനിക്ക് ആ കുട്ടീനെ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. എൻ്റെ അനിയത്തിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നു പറഞ്ഞിട്ട് ദേവു നീ ഇതാണൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞു. സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞ അവളാണ്. അപ്പോഴാണ് ആലോചിച്ച് ശരിയാണ്, ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച്. ഞാനും എന്തോരം ഫേസ് ചെയ്താണ്, ഞാനതെങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നിയതാണ്. ഞാൻ ഓവർകം ചെയ്യാനുള്ള കാര്യം ഞാൻ ബോൾഡായിട്ട് നിന്നു. അതുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തു. ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബോൾഡാണ്, ഞാൻ സ്ട്രോങ് ആണ്, അത് ഞാൻ പറയും. ഞാൻ കേട്ട കണക്കൊന്നും ആരും കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വട്ടം ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയുമെന്ന് അറിയാമോ? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം ആലോചിച്ചാൽ മതി. എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ കൂടെ നിന്ന് എനിക്കിപ്പോഴും എനിക്ക് ഒരു വിഷമം പോലെ തോന്നുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്നൊരു ചേച്ചി ഇല്ലായിരുന്നു. പലരും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലായിരിക്കാം. പുള്ളിക്കാരത്തി ഞങ്ങളുടെ ഒരു പ്രശ്നം വന്ന ടൈമിൽ പുള്ളിക്കാരത്തി പലരോടും പോയിട്ട് എന്നെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ദേവു ഇതാണെങ്കിൽ നിനക്കൊരു പ്രശ്നം. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ പുള്ളിക്കാരത്തി സ്നേഹിച്ച പോലെ അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെന്നോട് വന്ന് പറഞ്ഞു, ദേവു ഇത് കണക്ക് നിന്നൊരു ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് നിൻ്റെ വായി നിറഞ്ഞാൽ മതി, നീ എന്താണെന്ന് എനിക്ക് നീ പറഞ്ഞറിയാം, അത് വേറൊരാൾ പറഞ്ഞറിയണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞു. പിന്നെ ഇന്നും പുള്ളിക്കാരത്തിയായിട്ട് ഞാൻ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതാണ് നല്ലത്. നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നതിനെ നമ്മളങ്ങ് ഒഴിവാക്കി നിർത്തുക, അത്രയും മതി. എനിക്ക് വേണ്ട അങ്ങനൊരു സഹോദരിയോ ഒരു ഫ്രണ്ടോ എനിക്ക് വേണ്ട എന്ന രീതിയിൽ ഞാൻ ഒഴിവാക്കി നിർത്തി. അവരും അതേപോലെ തന്നെ നമ്മൾ ചീത്തയാണ് എന്ന രീതിയിൽ അവർ നമ്മളെ ഒഴിവാക്കി. അങ്ങനൊരു വ്യക്തി ഇല്ല എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കി നിർത്തി, അത്രയേ ഉള്ളൂ. അതുപോലെ പലരെയും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത പലരെയും ഞാൻ ഇപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവർക്ക് നമ്മളെ മനസ്സിലാവും, നമ്മളെന്താണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അതും ഇതൊക്കെ പറയുന്നവരെ നിങ്ങൾ കാര്യമാക്കണ്ട. അവർക്ക് ഇന്ന് നീ നാളെ വേറൊരാൾ, അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങളുടെ ഒരു നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നാളെ നിങ്ങളുടെ നല്ലൊരു വശം കാണുമ്പോൾ നിങ്ങൾ ഓക്കെ നീ ഓക്കെയാണ്, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന രീതിയിൽ പറയും. വേറൊരാളുടെ നെഗറ്റീവ് നാളെ കാണുമ്പോൾ അവയും പോയി തെറി പറയും, അത്രേ ഉള്ളൂ. സമൂഹം അങ്ങനെയാണ്. ഒരാളെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പലർക്കും താല്പര്യം. എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും അങ്ങനെയാണ് താല്പര്യം. അതുകൊണ്ടിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് അവളുടെ വീഡിയോ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങളത് സ്ക്രോൾ ചെയ്ത് വിടുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക, അത്രയും ചെയ്താൽ മതി. അല്ലാണ്ടിട്ട് അപ്പുറത്ത് കുട്ടികൾ അല്ലാണ്ടിട്ട് പോയിട്ട് അവളെ പറ്റിയിട്ട് അതും ഇതും പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുക? അവരുടെ ആ ഒരു മൈൻഡ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം. അതല്ലാണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ ഈ പറയുന്നുകൊണ്ടിട്ട് ഈ കുട്ടിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? അവൾക്ക് ഇനിയും കിടക്കുകയാണ്, അവളുടെ ലൈഫ് ഇനിയും കിടക്കുകയാണ്. എത്രത്തോളം ലൈഫ് കിടക്കുന്നുണ്ട് അവൾക്ക്? +2 പഠിക്കുന്ന കുട്ടി, 16-17 വയസ്സ്, ഇനി എന്തോരം ലൈഫ് കിടക്കുകയായിരുന്നു. പോയില്ലേ? പോയതല്ല, പോയിപ്പിച്ചില്ലേ? അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കഷ്ടമാണ്. അവരുടെ വീട്ടുകാർക്ക് പോയി, അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ സഹോദരനും പോയി, അല്ലാതെ ആർക്ക് പോയി?
ആർക്കും പോയില്ല. ഇപ്പം ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യവല്ലേ. ഇപ്പം നിങ്ങളെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങളൊരു ബ്രേക്കപ്പ് വരുമ്പോഴത്തേന് അവൾ ആ കാര്യത്തിൽ അവൾ സ്ട്രോങ് ആയിട്ട് നിന്നുണ്ടോ. പക്ഷേ അവളെ പല കാര്യങ്ങളിലും തളർത്തി കളഞ്ഞു പലതും. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണോ കേട്ടോ. ഈ ഒരു 3 റീസൺ മാത്രമല്ല, ഞാൻ ഈ 3 റീസൺ പറഞ്ഞു. 3 റീസൺ മാത്രമായിരിക്കില്ല അവളുടെ ലൈഫിലുള്ളത്. പല കാര്യങ്ങൾ കൊണ്ടിട്ട് അവൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. അത്രയ്ക്ക് പറ്റാണ്ട് വന്നപ്പോഴായിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ അവൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല. അതാണ് അതിലും വലിയൊരു കാര്യം. ചെറിയ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവും മാത്രമായിരിക്കില്ല, നെഗറ്റീവും വരാം. കാര്യം സമൂഹം അങ്ങനെയാണ്. എല്ലാവരും ഒരു കണ്ണുകൂടെ കാണില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഈ കുറ്റം പറയുന്നവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അത് ബൈബിളിലൊരു അത് എന്താണെന്നറിയാമോ, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഒരു വേശ്യാസ്ത്രീനെ പലരും ചേർന്ന് കല്ലെറിയുമ്പോൾ കർത്താവ് ചെന്നിട്ട് അവരോട് ഉപദേശിക്കുന്ന ഒരു വാചകം പോലെയാണ് എൻ്റെ മൈൻഡിൽ. ഞാൻ മറന്നു, കുറേ നാളായിട്ടോ ബൈബിൾ വായിച്ചിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ. അവളെ കല്ലെറിയുമ്പോൾ കല്ലെറിയുന്നവരോട് പറയുന്നതാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആരാണോ അവർ കല്ലെറിയട്ടെ എന്ന്. അന്നേരം പിന്നെ ആരും കല്ലെറിഞ്ഞിട്ടില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുപോലെയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ നിങ്ങൾ കല്ലെറിയട്ടെ. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പറ. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ മനസ്സിൽ തൊട്ട് നീ പറ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയായിട്ട് നീ പോയി കുറ്റം പറ. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്, എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട്. നമ്മൾ എല്ലാം ഒറ്റക്കാലിൽ 2 കാലിൽ മന്ദുള്ള വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ഒറ്റക്കാലിൽ മന്ദുള്ളവനെ കളിയാക്കുമെന്ന് പറയത്തില്ലേ. എന്ത് പ്രയോജനം? ഇപ്പം പോയി, ഒരു ജീവൻ പോയി, അത്രേ ഉള്ളൂ. കഴിവതും നിങ്ങൾ ആരെയും പോയിട്ട് കുറ്റം പറയാണ്ടിരിക്കും. നിങ്ങൾ അവരുടെ ഇഷ്ടമല്ല, നിങ്ങൾ അവരുടെ വീഡിയോ കാണണ്ട. അവർ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ഇതിനകത്ത് ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇതിനകത്ത് ഞാൻ പേയ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷം ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാനിപ്പം ഈ ഒരു വീഡിയോ ഇട്ടു, കുറച്ച് പേര് കാണുന്നു. ആ കുറച്ച് പേർക്ക് എന്നെ അറിയാം. ഞാൻ പുറത്തിറങ്ങുന്ന ടൈമിൽ അവർ വന്നിട്ട് എന്നോട് സംസാരിക്കും. അതെനിക്ക് സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ലാണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേയ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം. അവർ ചിലപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു റിലീഫിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഷെയർ ചെയ്യുന്നത്. അവരുടെ ഇഷ്ടത്തിനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളയാം. ഒരു ഫാമിലി ഉണ്ട്, അതിന് ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. എനിക്ക് അതിനകത്ത് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, സംഗീത അമ്മ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ആ അമ്മയ്ക്ക് എന്തോരം കാര്യങ്ങൾ ആ അമ്മ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ. സൈബർ ബുള്ളിങ്, ഈ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻറ്റ്സ്, നെഗറ്റീവല്ല, നിങ്ങളുടെ സന്തോഷത്തിനിടുന്ന കമൻറ്റുകളാണ്. പക്ഷെ അവർക്കത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ രാവിലെ ഉറക്കൊടിക്കുമ്പോഴേക്കും നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നടക്കുന്നു, നിങ്ങളിങ്ങനെ നടക്കുന്നു, നിങ്ങൾ അങ്ങനല്ലേ സ്ത്രീയെ, എന്തൊക്കെയാണ് അമ്മേനെ പറയുന്നതെന്ന് അറിയാമോ. എന്തിന് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് അതുകൊണ്ടിട്ട് കിട്ടുന്നത്? അവരുടെ ആ മരുമകനെ പറ്റിയിട്ടും അമ്മയെ പറ്റിയിട്ടും അവരുടെ ഫാമിലിയിൽ അവർ നടക്കുന്ന അവരുടെ സന്തോഷങ്ങൾ മാത്രമാണ് അവർ ഷെയർ ചെയ്യുന്നത്. അവരുടെ ദുഃഖങ്ങൾ അവർ ദുഃഖങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും. അവർ നിങ്ങളുടെ ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം, അവർക്ക് അതിൽ നിന്നൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് അവരവർക്ക് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളഞ്ഞാൽ മതി. ചുമ്മാ പോയി നെഗറ്റീവ് പറഞ്ഞിട്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. ആമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമാണ് കേട്ടോ. അത് നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ എത്ര പാവമാണെന്ന്. എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. എനിക്ക് കാണാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്മ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. സോ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് എൻ്റെ അമ്മ, ആ ഒരു ഫീലാണ് എനിക്ക് ആ അമ്മേനെ കാണുമ്പോൾ. എനിക്ക് വേറെ ആരുടെയും കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ആ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നല്ല രീതിക്ക് നിൽക്കുന്നവരെ പോലും നിങ്ങൾ പോയി പറയാറുണ്ട്, നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ, നീ അങ്ങനെ നടന്നവനല്ലേ, നീ ഇങ്ങനെ നടന്നവളല്ലേ, നിൻ്റെ കുടുംബം അങ്ങനെയല്ലേ, നിൻ്റെ കുടുംബക്കാരിങ്ങനല്ലേ, നിൻ്റെ ഭാര്യ ഇങ്ങനല്ലേ, നീ 2ാം കെട്ടല്ലേ, നീ 3ാം കെട്ടല്ലേ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരതുകൊണ്ടിട്ടാണ് ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യണ്ടെന്നുണ്ടോ? ബ്ലോക്കാക്കി കളഞ്ഞിട്ട് പോകണോടോ, ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളയുക. എനിക്ക് തോന്നുന്നു യൂട്യൂബിലെങ്കിലും ബ്ലോക്കാക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നല്ലേ. പക്ഷെ നമുക്ക് വരുന്ന കമൻറ്റൊക്കെ ബ്ലോക്കാക്കി ഇടാം കേട്ടോ. നെഗറ്റീവ് കമൻറ്റ്സൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിടാം. ഞാനങ്ങനെ ഇപ്പോൾ ഒന്നും അങ്ങനെ ഡിലീറ്റ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ നെഗറ്റീവ് എനിക്കിപ്പോൾ അങ്ങനെ വരാറില്ല. മുന്നേ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ വന്നിട്ടുണ്ട്. അത് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത്. അത്രയും നെഗറ്റീവിൻ്റെ ഇടയ്ക്കുന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട്, ഞാൻ പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്തിട്ട്, ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിന്നു. ഇത്രയും ഒരു നെഗറ്റീവിൻ്റെ ഇടയ്ക്കുന്ന് കുറേയൊക്കെ, എല്ലാം ഒന്നുമല്ല, കുറേയൊക്കെ പോസിറ്റീവിലേക്ക് പലരിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഞങ്ങൾ ചെയ്ത സ്ട്രഗിളിൻ്റെ ആണ്, ഉറപ്പുള്ള കാര്യമാണ്. അതേ കണക്ക് തന്നെ ഈ പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജീവിച്ച് കാണിക്കുക. അല്ലാണ്ടിട്ട് പോയി ആത്മഹത്യ ചെയ്തിട്ട് എന്താണ്, ഒരു ലൈഫ് പോയി, ദൈവം തന്നൊരു ലൈഫാണ് പോണത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെയൊക്കെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വട്ടം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടിട്ടാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആരെയാണ് പേടിക്കുന്നത്? പറയുന്നവരടക്കണമെന്ന് പറയട്ടെ പിള്ളേരെ, നിങ്ങൾ ജീവിച്ച് കാണിക്കുക. പിന്നെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ ചീത്തയായി പോകത്തൊന്നുമില്ല. എനിക്ക് പോകാനുള്ള വണ്ടി വന്നില്ല എന്നെ കൂട്ടാൻ ചേച്ചി വരും. ഇപ്പോൾ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ത് ചെയ്യാനാണ്, ഓരോ സത്യമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ രാവിലെ ഉറക്കമണിക്കുമ്പോൾ ഓരോ കമൻറ്റൊക്കെ എടുത്ത് വെച്ചാൽ നമ്മുടെ ആ ഒരു ദിവസം തന്നെ ചേഞ്ച് ചെയ്യും, മൊത്തത്തിൽ മാറ്റിമറിക്കുമെന്നേ. ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നമ്മളെ പറ്റി ഇങ്ങനെ മോശം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം വിഷമമാകുമെന്ന് അറിയാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇത് കേൾക്കുന്നവർക്കാണ് വിഷമം. നിങ്ങൾ ചിന്തിക്കൂ കേട്ടോ. ഇനിയെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇടാനായിട്ട് നിൽക്കുന്നവരോട് പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് എന്നെ ഒരു കുട്ടി വന്നിട്ട് പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് ചീത്തയല്ല, പൊങ്ങച്ചക്കാരിയാണ്. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് പൊങ്ങച്ചെന്ന് പറയാം. എൻ്റെ ഹസ്ബൻഡ് പോയി ദുബായിലേക്ക് പോയി, ഞാൻ ആ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്തത്. അതിൻ്റെ അകത്ത് ഞാൻ എവിടെ അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞത് എനിക്കറിയത്തില്ല. അവൾ വന്നിട്ട് കമൻറ്റ് ഇട്ടു. അവൾ മീൻസ് ഞാൻ അങ്ങനെയാണ് എല്ലാവരും വിളിക്കാറ് കേട്ടോ, അതുകൊണ്ടിട്ടാണ് ഞാൻ അവളെന്ന് പറഞ്ഞത്. അല്ലാണ്ടിട്ട് എനിക്ക് ആ കുട്ടിയോട് ദേഷ്യ വിരോധമൊന്നും ഇല്ല കേട്ടോ. ഞാനത് കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഒന്ന് പൊടി എവിടെ നിന്ന് എന്നെ പൊടിയെന്ന് വിളിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് വേറെ 2-3 പേര് പൊടിയെന്ന് വിളിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പൊടിയെന്ന് വിളിക്കുന്ന പ്രശ്നമൊന്നുമില്ല, ചീത്തയൊന്നുമല്ലല്ലോ വിളിച്ചത്. ആ ഒരു കമൻറ്റ് മതി. പക്ഷെ ഞാൻ അത് അത്ര നെഗറ്റീവായിട്ടൊന്നും എടുത്തില്ല. ഞാൻ അങ്ങനെ കിട്ടിയുള്ളൂ. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നാം. ആരൊക്കെയോ 2-3 പേര് ചെന്നിട്ട് അത് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കാഴ്ചപ്പാട് എൻ്റെ ബേബി എണീറ്റു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സൈബർ ബുള്ളിങ് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ അത്യാവശ്യം കുറച്ച് മുകളിലേക്ക് പോയി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാം. ഉറപ്പൊന്നുമില്ല, നടക്കാം. പിന്നെ കഴിവതും പറയാണ്ടിരിക്കുക. നിങ്ങൾക്കും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, അവർക്കും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ ആരുടെയെങ്കിലൊക്കെ ജീവൻ നഷ്ടപ്പെടാം, അത്രേ ഉള്ളൂ നേട്ടം. അപ്പം എനിക്കിതിനകത്ത് ലൈക്ക് ഷെയർ ഒന്നും വേണ്ടെന്നേ. എനിക്ക് തോന്നിയ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഇത്രയും ഒരു ടൈം എനിക്ക് വേണ്ടി തന്നതിന് താങ്ക് യു.